പ്രാപിക്കാൻ വേണ്ടി വിളിക്കുന്നു. നല്ലൊരു പാട്ട് കേട്ടാൽ 2 ആഴ്ച കൂടി പാട്ട് പാടിക്കൊണ്ട് നടക്കും. അതിനെ പറഞ്ഞു എന്റെ പോലെ കേരളത്ത് പോരാ ഞാൻ പോരാത്തവരാണെങ്കിൽ അത് കേൾക്കുന്നില്ല. ഒരു കാലഘട്ടത്തിൽ വൈപ്പിക്കും സംഘസ്കൂട്ടിലും സഹായത്തിലും സാക്ഷ്യത്തിലുള്ള ഈ പാട്ടാണ് ഇപ്പൊ പാടുന്നത്. ഇന്നിപ്പോ നമ്മളൊരു പാട്ട് പാടി പാട്ട് ആ പാട്ട് ഒരു കുറെ കാലം കഴിയുമ്പോൾ വേറൊരു പാട്ട് പാടുമ്പോൾ ഇതാണ് നല്ലൊരു പ്രസംഗം കേട്ടാൽ 2 ആഴ്ചയ്ക്ക് ഓർത്തിരിക്കും. പിന്നെ അത് പറഞ്ഞു. എന്നാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ ഒരായുസ് മുഴുവൻ നമ്മൾ നടത്തുന്ന നിത്യത്തിലെത്തിക്കുന്നത് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ആത്മാവിനെ പ്രാപിക്കണം. എന്താണ് പരിശുദ്ധാത്മാവ്? എന്താണ് പരിശുദ്ധാത്മാവ്? എങ്ങനെയാണ് പ്രാപിക്കുന്നത്? എന്താണ് അതിന്റെ അനുഭവം? ഈ സ്തോത്രം അല്പാൽപമായ കുറച്ച് ആരാധിക്കാൻ പോകുകയാണ്. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 21-ാം വാക്യം. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അവൻ നമ്മെ മുദ്രയിട്ടു ആത്മാവിന്റെ അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുവരിക്കുന്നു. അഭിഷേകം എന്ന പദം 92 പ്രാവശ്യം ബൈബിൾ എഴുതിയിട്ടുണ്ട്. പുതിയ നിയമത്തിൽ 8 പ്രാവശ്യം എഴുതിയിട്ടുണ്ട് അഭിഷേകം. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. 3 പദങ്ങൾ പെട്ടെന്ന് ഞാൻ ഓർപ്പിക്കും. പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ 3 പദങ്ങൾ മനസ്സിലാക്കണം. 1 പരിശുദ്ധാത്മ അഭിഷേകം, 2 പരിശുദ്ധാത്മ സ്നാനം, 3 പരിശുദ്ധാത്മ നിറവ്. പരിശുദ്ധാത്മ അഭിഷേകം, പരിശുദ്ധാത്മ സ്നാനം, പരിശുദ്ധാത്മ നിറവ്. പരിശുദ്ധാത്മ അഭിഷേകം, പരിശുദ്ധാത്മ സ്നാനം, പരിശുദ്ധാത്മ നിറവ്. പരിശുദ്ധാത്മാവ് ആദ്യം മുതലുണ്ടായിരുന്നു. ഭൂമിക്ക് അത്ഭുതം പഠിച്ചപ്പോൾ പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. മനുഷ്യ സൃഷ്ടിയിൽ പരിശുദ്ധാത്മാവുണ്ടായി. തുടർന്ന് വെള്ളത്തിന്റെ മീതെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടി. മോശയുടെ കാലഘട്ടത്തിൽ ദൈവ സാന്നിധ്യമായി വെളിപ്പെട്ടു. ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് വന്നും പോയി വിടുന്നു. ശിംശോന്റെ മേൽ വന്നു, ദാവീദിന്റെ മേൽ വന്നു, ഇബ്രാഹിമിന്റെ മേൽ വന്നു പോയി വിടുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് മുഴുവൻ ആളത്വത്തോടും അതിന്റെ മുഴുവൻ ശക്തിയോടുകൂടെ അവൻ വെളിപ്പെട്ടത് മർക്കോസിന്റെ മാർഗ്ഗമുഖിലാണ്. പിന്നെ പരിശുദ്ധാത്മാവ് പോയിട്ടില്ല. ഇനി പരിശുദ്ധാത്മാവ് പോകുന്നത് സാമാന്യം ഇവിടുന്ന് എടുക്കപ്പെടുന്ന സമയത്ത് പരിശുദ്ധാത്മാവിടെ കാണുകയില്ല. അപ്പൊ സഭ എടുക്കപ്പെടുന്നത് വരെ ഇവിടെ പരിശുദ്ധാത്മാവ്. എന്തിനായി പരിശുദ്ധാത്മാവ് സഭ എടുക്കപ്പെടുന്നത് വരെ ശ്രദ്ധിക്കുന്നത്? കാന്തയായ മണവാട്ടിയെ ഒരുക്കിക്കൊണ്ടിരിക്കണം. കാരണം പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ബോധം വരുന്നതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഒരുത്തിന്റെ അകത്തുണ്ടെങ്കിൽ പാപത്തെ കുറിച്ച് ന്യായവിധിയെ കുറിച്ച് ഒരു ബോധമുണ്ടാകുള്ളൂ. അങ്ങോട്ടൊക്കെ ഞാൻ അല്പം വിശദമായിട്ട് വരുന്നുണ്ട്. ഇവിടെ അഭിഷേകം ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്യുന്നതും. അപ്പോൾ അഭിഷേകം ചെയ്യാൻ അധികാരമുള്ളതും അത് നടത്തുന്ന
ചെയ്യുന്നത് ഇവിടുത്തെ ഒരു പാസ്റ്റർ അല്ല, സ്വർഗത്തിലെ ദൈവമാണ്. അഭിഷേകം പ്രാപിച്ചവർ ഓർക്കണം, എന്നെ അഭിഷേകം ചെയ്തത് സ്വർഗത്തിലെ ദൈവമാണ്. അഭിഷേകം പ്രാപിച്ചവർ ഓർക്കണം, എന്നെ അഭിഷേകം ചെയ്യുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ഒത്തിരി ദൈവദാസന്മാർ പണ്ട് കാത്തിരിപ്പ് നടത്താൻ നമ്മുടെ ഭാര്യാവരെ ജോലച്ചാരനൊക്കെ മുന്നോട്ട് വന്ന് ചർച്ചക്കോടില് പാസ്റ്റർ പി എ കുഞ്ഞമ്മ, പാസ്റ്റർ ജോസ് ബേബി, പാസ്റ്റർ കുഞ്ഞപ്പി, പാസ്റ്റർ പി സി അമര, പാപ്പൻ സാറിന്റെ ആളുകൾ കർത്താവിന്റെ ശുശ്രൂഷയും കാത്തിരിപ്പ് യോഗത്തിലും കൃപാവന ശുശ്രൂഷയും ശക്തിയോടെ ഉപയോഗിച്ച ദൈവദാസന്മാരാണ്. ദൈവത്തിന് സ്തോത്രം. അവരെ ദൈവം ഉപയോഗിച്ചെങ്കിലും ചെയ്യുന്ന സ്വർഗ്ഗത്തിലെ ദൈവമാണ്. നമ്മെ അഭിഷേകം ചെയ്ത ദൈവം. ആരാ സാധനം? സ്ഥാനപ്പെടുത്തിയ ബി.ടി. മാത്യു പാസ്റ്റർ. അപ്പോ ആരെ സ്നാനപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ സ്നാനപ്പെടുത്തിയ ഒരു പാസ്റ്റർ പേര് പറയാറുണ്ട്. കല്യാണം നടത്തിയതല്ല, ഓവർസിയർ അല്ല, ഡിസ്ട്രിക്ട് പാസ്റ്റർ ഒരാളെ പേര് പറയാറുണ്ട്. അപ്പൻ മരിച്ചപ്പോൾ അടക്കിയതല്ല, ഞങ്ങളുടെ DP. കൊച്ചിനെ പ്രതിഷ്ഠിതല്ല, ഞങ്ങളുടെ മാസ്റ്റർ. വീടിന് കല്ലിട്ടതല്ല, ഞങ്ങളുടെ മാസ്റ്റർ. കട്ടള വെച്ചതല്ല, ഞങ്ങളുടെ മാസ്റ്റർ. അവൻ വീടിന് കട്ടള വെച്ചത്, കല്ലിട്ടത്, കൊച്ചിനെ പ്രതിഷ്ഠിച്ചത്, സ്നാനപ്പെടുത്തിയത്, കല്യാണം നടത്തിയത്, അപ്പനെ അമ്മയെ അടക്കിയത്, ഇതിലൊക്കെ ഒരു പാസ്റ്റർ പേര് പറയാറുണ്ടെങ്കിൽ അഭിഷേകം ചെയ്തതിന് മാത്രം ഒരു പാസ്റ്റർ പേരല്ല, സ്വർഗ്ഗത്തിലെ ദൈവമാണ്. വിശ്വസിച്ച് സ്വപ്നം പറ, എന്നെ അഭിഷേകം ചെയ്തത് സ്വർഗ്ഗത്തിലെ ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അഭിഷേകമുള്ള ദൈവമാണ്. വാതുറന്ന് സ്വപ്നം പറ. അഭിഷേകം ചെയ്യുന്നത് ദൈവം. ഒന്ന് യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 27-ാം വാക്യം. അതോ അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. അത് പ്രാപിച്ച അഭിഷേകം കളയാനുള്ളതല്ല, അകത്ത് വസിക്കാനുള്ളതാണ്. ശരിയാണല്ലോ. പഴയ അഭിഷേകത്തിന്റെ പക്ഷെ സാഹചര്യത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് മറ്റേതൊക്കെ പോയി. കളയാനുള്ളതല്ല, അകത്ത് വസിക്കേണ്ടതാണ്. അവനാൽ പ്രാപിച്ച അഭിഷേകം. അപ്പൊ അവനാരാ? 20-ാം വാക്യം. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ചു. സകലത പറയുന്നു. നിങ്ങളോ പരിശുദ്ധനാൽ, വിശുദ്ധനാലല്ല, പരിശുദ്ധനാൽ. പരിശുദ്ധൻ എന്ന് പറയുന്ന ഒരാള് നമ്മുടെ കർത്താവാണ്. പരിശുദ്ധ യേശുവാണ്. ശക്തിയോടെ സ്വന്തം പറയാ. നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറില്ലെങ്കിലും ഞങ്ങളൊക്കെ യാക്കോബക്കാരെ മിക്കവാറും ദൈവമേ നീ പരിശുദ്ധ വൈബ്രേഷൻ എന്ന് പറയും. തൊണ്ടയിൽ വൈബ്രേഷൻ അച്ഛന്മാർ പറയും. സ്തോത്രം. നീ പരിശുദ്ധ ദൈവ ദിവസം നമ്മളെല്ലാവരും പറയാറ്. നമുക്കറിയാം ദൈവം പരിശുദ്ധനാണ്. പരിശുദ്ധനായി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കർത്താവ് മാത്രമേ. അപ്പൊ പരിശുദ്ധനാൽ പ്രാപിച്ച അഭിഷേകം. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധനാൽ പ്രാപിച്ച അഭിഷേകം
പരിശുദ്ധ അഭിഷേകമാണ്. പരിശുദ്ധനെ പ്രാപിച്ച അഭിഷേകം, പരിശുദ്ധ അഭിഷേകം. നിങ്ങളെ മനസ്സിലാകുന്നത് പരിശുദ്ധ പരിശുദ്ധ അഭിഷേകം. ഈ പരിശുദ്ധമായ അഭിഷേകം നമ്മുടെ മേൽ പകരണമെങ്കിൽ നമ്മുടെ പാത്രം പരിശുദ്ധമായിരിക്കണം. പരിശുദ്ധമായ അഭിഷേകം സകല കുഴപ്പന്മാരോ തലയിലും പാപം ചെയ്തവർ തലയിലും അവിടെ ചാടി ഇവിടെ ചാടി നടക്കുന്നവർ തല ഒഴിക്കാനുള്ളതല്ല. അഭിഷേകം വിശുദ്ധമാകുന്നുകൊണ്ട് പാത്രം വിശുദ്ധമായിരിക്കണം. പാത്രം വിശുദ്ധമായിരിക്കണം. അല്ലെങ്കിൽ അഭിഷേകം നിൽക്കുന്നില്ല. സാധാരണ ഒരു ചെറിയ ഉദാഹരണം, നമ്മുടെ നാടൻ ഉദാഹരണം. നമ്മുടെ വീടിന്റെ ഭാഗത്തൂടെ മീകച്ചോടക്കാൻ മീൻ കൊണ്ടുവരും. രക്ഷിക്കപ്പെടാത്ത മുഹമ്മദ്, മത്തായി, മോഹനൻ മീകച്ചോടക്കാരാണ്. മീൻ കൊണ്ട് കാറയിലോ ബൈക്കിലോ നടന്നോ പെട്ടിയോട്ടയോ വരുമ്പോ ഓടിക്കുമ്പോ അമ്മാവയ്ക്ക് പറയാൻ മീൻകാരൻ മോഹനൻ വരുന്നു, മുഹമ്മദ് വരുന്നു. ഉടനെ വളരെ ഒരു 2 കിലോ മത്തി 1 കിലോ മത്തി പോയി മേടിച്ചോണ്ട് പോകാം. 1 കിലോ പച്ചമത്തി മേടിക്കാൻ ഓടി മീൻ സൈഡിൽ കൽമാരി ചെന്ന് നെയ്യോപ്രോണായുടെ വലിയ ബൗള് എടുത്തുകൊണ്ട് പറഞ്ഞ കാര്യമുണ്ട്. പച്ചമത്തി മേടിക്കാൻ കറിച്ചട്ടിയാണേലും കരിച്ചട്ടിയാണേലും കൂട്ടാൻ ചട്ടിയാണേലും വട്ടേലയാണേലും വാഴയിലയാണേലും തേക്കലയാണേലും അഴിമീത് ഇന്നലെ വെച്ച മീൻകറിയുടെ പുളിയും ചാറും നമ്മുടെ കയ്യിൽ എന്നാൽ വീഴും. പച്ചമത്തി മേടിക്കുന്നതിന് പാത്രം വിശുദ്ധമാകണ്ട. പാത്രം ഏതായാലും കൊള്ളാം. വാഴയോട് തലമതി, പിന്നെ വട്ടയിലോട് തലമതി. എന്നാൽ ഇതിന്റെ പുറകെ ഒരു പാല് കച്ചവടക്കാരൻ, പാല് കച്ചവടക്കാരൻ 2 ലിറ്റർ പാല് മേടിക്കാൻ അമ്മ മോളോട് പറഞ്ഞു, മോളെ വരത്തു നന്നായി പാടിയാറായി ചന്ദ്രൻ നല്ലൊരു ഭാവി അങ്ങനെയും കൊണ്ട് വിളിച്ചാണ്. പാലുകാരൻ പാല് കൊണ്ട് വരുമ്പോ 2 ലിറ്റർ പാല് മേടിക്കാൻ പറഞ്ഞപ്പോ ഈ കൊച്ചങ്ങോട്ട് ചെന്നിട്ട് ഒരു കഞ്ഞിക്കലം കൊണ്ടുവരും. ചേട്ടാ പാല് മേടിക്കും. അത് പാല് മേടിക്കും. രക്ഷിക്കപ്പെടാത്ത മുഹമ്മദിന് തന്റെ പാത്രത്തിലെ പാല് കിട്ടാൻ പോലെ പാത്രം ഏതുമാണ്? ഗുണപ്പെടാത്തവനാണെങ്കിലും തന്റെ പാത്രത്തിലെ പാല് ക്ലിയറില്ലാത്ത വൃത്തിയില്ലാത്ത പാത്രത്തിൽ ഒഴിക്കത്തില്ല. ശക്തിയോടെ സ്വന്തം പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ സ്വർണ്ണപാത്രം വേണോ പാൽ മേടിക്കാൻ? വെള്ളിപ്പാത്രം വേണോ? അലുമിനിയം പാത്രം വേണോ? ഇല്ല. മരമായാലും വെള്ളിയായാലും സ്റ്റീലായാലും പാത്രം വൃത്തിയുള്ളതായിരിക്കണം, ക്ലാവില്ലാത്തതായിരിക്കണം, വൃത്തിഹീനമായത് പാടില്ല. വൃത്തിയുള്ള പാത്രത്തിൽ മാത്രമേ അദ്ദേഹം പാലൊഴിക്കൂ. ശക്തിയോടെ രക്ഷിക്കപ്പെടാത്ത പുള്ളി പാലിന്റെ പാത്രം കാണുമ്പോൾ കോളത്തിൽ എഴുതിക്കൊണ്ടു വേറെ പാത്രം കൊണ്ടുപോകും. ഞാൻ ചോദിക്കണോ, തന്റെ പാത്രത്തെ പാല് വിൽക്കാൻ കൊണ്ടുവന്നത് വിൽക്കാൻ പോലെ ആ പാത്രം വൃത്തിയല്ലാത്ത പാത്രത്തിൽ പാലൊഴിച്ചാൽ അമ്മാമ അടുപ്പേ കൊണ്ടുപോയി ഗ്യാസ് വെച്ച് തീ എത്തിച്ച് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ
പാല് പിരിഞ്ഞു പോകും. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പാല് പിരിഞ്ഞാൽ എന്താ ഉടനെ പറയുന്ന അമ്മമാർ എന്ന് പറയുന്നു, ആ പാലുകാരൻ കള്ളനാണ് അവിടെ പാല് മേടിച്ചത്. പാലുകാരൻ കള്ളനായതുകൊണ്ടല്ല, നിന്റെ പാത്രം ശരിയാകുന്നതുകൊണ്ട്. സ്തോത്രം. എന്റെ കുഴപ്പം കൊണ്ടാണെന്നും 50 100 രൂപ കൊടുത്ത് പാല് മേടിച്ചത് പാല് പിരിഞ്ഞു പോയാൽ എന്റെ പാത്രം വൃത്തിയല്ലാത്തതുകൊണ്ടാണെന്ന് ഒരമ്മാമ്മയും സഹോദരി അച്ചായനും സമ്മതിച്ചു കൊടുക്കത്തില്ല. പാല് പിരിഞ്ഞത് പാലുകാരന്റെ കുറ്റമാണ്. അവന്റെ പാലഴുക്കായതുകൊണ്ട്, പാലഴുക്കായതുകൊണ്ടല്ല, നിന്റെ പാത്രം വഴി ഫല ഇന്ന് രാത്രിയിൽ അഭിഷേകത്തിന്റെ മേൽ പകരാൻ തടസ്സമായിട്ടുള്ളത്. പാത്രം വിശുദ്ധമാണെങ്കിൽ അഭിഷേകം പകരാൻ ദീർഘവർഷം സമാധാനം എഴുതുന്നതുകൊണ്ടും മിക്കവാറും സമാസങ്ങളുടെ വിദ്യാസമന് ശുശ്രൂഷയിൽ പോകുന്നതുകൊണ്ടും മറ്റു പല കാര്യമുള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ പല കാര്യം. കൊച്ചിന് മാർക്ക് കുറഞ്ഞു പോയി, പ്രതീക്ഷിത പ്രസാദം എല്ലാത്തിനും മാസ്റ്റർ പ്രാർത്ഥിക്കാനും കൊച്ചിന്റെ കല്യാണം താമസിക്കും, ഉപദേശം പ്രാർത്ഥിക്കാൻ അസുഖം മാറുന്നില്ല, മാസ്റ്റർ പ്രാർത്ഥിക്കാറുണ്ട്. പഠിക്കുന്ന സമയത്ത് ഇവൻ മൊബൈലിൽ തോണ്ടി രാത്രി പഠിക്കാതെ മുന്നേ തോണ്ടിയിട്ട് വെച്ച് പരീക്ഷ പേപ്പർ എഴുതാതെ മാസ്റ്റർ കുറ്റക്കാരനല്ല, അദ്ദേഹം പ്രാർത്ഥിച്ചതാണ്. ഈ മൊബൈലിൽ തോണ്ടിയിട്ട് പഠിക്കാനുള്ള പരീക്ഷ തോന്നുപോയി. കുറ്റം പറയാൻ പറ്റും ഒരു ഉള്ളിയുണ്ട് ബാലികാരൻ, ആർക്കും കുറ്റം പറയാം. എന്റെ കല്യാണം നടന്നില്ല, അത് പോലെ പഴയ പ്രാർത്ഥിക്കില്ല. ദൈവസഭ എത്ര പ്രാർത്ഥിച്ചാലും, ദൈവദാസന്മാർ എത്ര പ്രാർത്ഥിച്ചാലും ആവശ്യക്കാരൻ പ്രാർത്ഥിക്കുന്നതൊപ്പം വരത്തില്ല. പ്രാർത്ഥന നൽകണം. നിങ്ങളുടെ കണ്ണുനീരാണ്, നിങ്ങളുടെ പ്രാർത്ഥനയാണ്, നിങ്ങളുടെ വിശ്വാസമാണ്, നിങ്ങളുടെ വിശുദ്ധിയാണ് പ്രധാനമായ കാരണം. ശക്തിയോടെ പിന്നെ മുന്തിന്റെ കൂടെ തള്ളെന്ന് പറഞ്ഞ പോലെ ദൈവദാസന്മാരുടെ സഭയിലും പ്രാർത്ഥന വലുതാണ്. പക്ഷെ ആദ്യം അറിയേണ്ടതും, ആദ്യം പ്രാർത്ഥിക്കേണ്ടതും, ഉപവസിക്കേണ്ടതും, വില കൊടുക്കേണ്ടതും ദൈവമക്കളാണ്. അപ്പൊ എന്റെ വിഷയത്തിന് വിടുതലില്ലെങ്കിൽ ഞാൻ ഒരാളെ കുറ്റം പറഞ്ഞ കാര്യമില്ല. നമ്മൾ കരയണം, നമ്മൾ ഉപവസിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോ ഈ പാല് തിരിഞ്ഞു പോയാൽ കുറ്റം പറയുന്നത് പാലുകാരനെ. എന്താണ് ഈ മാർഗം കുറഞ്ഞു പോയത് എന്ന് ചോദിച്ചാൽ രഹസ്യമെന്താ? അതെനിക്ക് മാത്രമല്ല, അപ്പുറത്തെ അക്ഷായ്ക്ക് കുറഞ്ഞു, മിനിക്ക് കുറഞ്ഞു, സൂസന് കുറഞ്ഞു, ഞങ്ങളുടെ മറ്റേക്കുന്ന മുഴുവൻ പേർക്ക് കുറഞ്ഞു. രക്ഷപ്പെടാത്ത മാർഗമാണ്. കുറെ തോന്നവരുടെ പേര് പറയും. ഒരാൾ അല്പം വീഴ്ച വന്നാൽ എന്തൊരു ഉപദേശം പിടിച്ചാൽ ഈ പുള്ളി ആളെ പറയും, അവിടുത്തെ ആള്, ഇവിടുത്തെ ആള്, മറ്റേ മാസ്റ്റർ, അവിടുത്തെ DP, മറ്റേ ആള്. തോറ്റവൻ കൂട്ടുപിടിക്കുന്നത് തോറ്റവനെയാണ്. ശക്തിയോടെ സ്വന്തം
മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് എന്തെങ്കിലും പരാജയം പറ്റിയാൽ ഞാൻ ആദ്യം നോക്കുന്നത് പരാജയം പറ്റി ആരൊക്കെയുണ്ട് ആ സെന്ററിൽ, ആ ലിസ്റ്റിൽ, ആ സഭയിൽ ആദ്യം ലിസ്റ്റ് എടുത്തതാണ്. മാത്രമല്ല തങ്കച്ചായാലും സിദ്ധി കൂടി നമ്മൾ ധൈര്യം ഇവിടൊക്കെ തോറ്റ വഴി നമ്മൾ തോറ്റോടെ ലിസ്റ്റാണ് എടുക്കേണ്ടത്, ജയിച്ചവനെയാണ് നോക്കേണ്ടത്. നമ്മുടെ കർത്താവ് തോറ്റവനല്ല, അവൻ ജയാളിയാണ്. പാതാളത്തെ ജയിച്ച കർത്താവ് നമുക്ക് വേണ്ടി ഉണ്ടെങ്കിൽ അപ്പൊ അഭിഷേകം നമ്മുടെ മേൽ പകരണമെങ്കിൽ നമ്മുടെ പാത്രം വിശുദ്ധമായിരിക്കണം. ചില ചായമാർക്ക് ചായ കുടിക്കണം നിർബന്ധ. ടാപ്പിങ്ങിന് പോകുമ്പോഴും ജോലിക്ക് പോകുമ്പോഴും വണ്ടി ഓടിക്കാൻ പോകുമ്പോഴും ചായ എടുക്കാൻ കുടിക്കണം. അമ്മാവ തലച്ചപ്പോ പാല് പിടിക്കും, കൊടുത്തില്ലെങ്കിൽ പുള്ളി ദേഷ്യക്കാരനോ പിന്നെ പുള്ളിക്കാർക്ക് ആ ചായ ഇട്ട് പിരിഞ്ഞു പോയ പാലാണെങ്കിൽ ആ നല്ല കണ്ണെടുപ്പുള്ള അരിപ്പയ്ക്കകത്തോട്ട് 3-4 പ്രാവശ്യം അരിച്ച് കണ്ണെടുപ്പുള്ള വേറെ അരിപ്പയിൽക്കൊണ്ട് അത് കൊണ്ടൊന്നും അറിയാതെ 3-4 പ്രാവശ്യം അരിച്ചിട്ട് കൊണ്ടുപോകും. ഇതുകൊണ്ട് കൊണ്ടുപോയി അച്ഛ വെട്ടാൻ പോകണ്ട, ഇപ്പൊ വണ്ടി സ്ഥലം കൊടുത്ത് ഓടിപ്പോ തണുപ്പോ പുള്ളി മണുകൊണ്ടാന്ന് നോക്കാതെ കുടിക്കും. അതുപോലെ ട്രിക്കാണ്. ഇത് കൊടുത്തേക്കുണ്ടല്ലോ വേറെ എന്തെങ്കിലും കാര്യം വെച്ചാ എന്നാ പറയാൻ പുള്ളി ശരിയാണോ അല്ലെ മോടെ ഫോൺ വന്നില്ല ഇന്നലെ വേണ്ട വിളിച്ചില്ലല്ലോ അവർ ശരിയാ ഒറ്റപ്പെടുന്നത് അല്ലെങ്കിൽ നോക്കും സമയം കൊടുത്തില്ല. പിന്നെ ഇങ്ങ് കുടിക്കും. മണമട കുടിച്ചാൽ സവായത്തിൽ വന്നിരിക്കുമ്പോഴാണ് ആകെപ്പാട് പോക്കാനില്ല. നല്ല മെസ്സേജ് വരുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല, നല്ല ദൂത് വരുമ്പോൾ അത് പിരിഞ്ഞ് കിടക്കുക, പറ്റുന്നില്ല, ദൂത് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. അകത്ത് പിരിഞ്ഞ് കിടന്നാൽ ദൂത് ഏറ്റെടുക്കാൻ ഒക്കത്തില്ല, അകത്ത് പിരിഞ്ഞ് കിടന്നാൽ ദൂത് സ്വീകരിക്കാൻ ഒക്കത്തില്ല. പിരിഞ്ഞ് കിടക്കുന്ന പാല് പുറത്തു പോകട്ടെ. ദൈവശക്തി ദേവദാസൻ ദൂത് പ്രാർത്ഥിച്ചൊരുക്കി ശക്തിയോയി തലത്താൽമായി പറയുന്നത് പിരിഞ്ഞു കിടക്കുന്ന പുള്ളി ഭൂശക്തിക്കുന്നത് എത്ര പുസ്തകം ഇത് ഗ്രഹിക്കുന്നില്ല. ഇയാളെ മെസ്സേജ് എഴുതി പിടിക്കുന്നില്ല. അതൊന്ന് പിരിഞ്ഞു കിടക്കാനോട് ഇങ്ങനെ കാണുന്നുണ്ട്. ചില ആളുകളുണ്ട് ചുമ്മാ മാത്രം പോണ്ട കാര്യമൊന്നുമില്ല, നല്ല മെസ്സേജ് ചുമ്മാ ഇതിന്റെ അവിടെ പോയി അങ്ങനെ കറങ്ങിയിട്ടില്ലേ ഇവിടെ കാര്യമുള്ള കാര്യമില്ല, അത്ര പോകേണ്ട കാര്യമൊന്നുമില്ല. സ്വാതന്ത്ര്യം ഒരു ചുമയൊക്കെ അങ്ങോട്ട് പോയി എന്താണ് നാടും സഹോദരമായ സഹോദരന്മാരുണ്ട് ഈ പിടിക്കുന്നില്ല. ഇതിന്റെ അകത്ത് പിരിഞ്ഞു പാല് പിരിഞ്ഞു കിടന്ന വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് പാത്രം വിശുദ്ധമായിരിക്കണം. ഏതാണ് ഈ പാല്? പത്രോസിനോട് ചോദിക്കുക, ആകെ സകല ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജഭാവം അസൂയയും എല്ലാ തുണയും നീക്കിക്കിടന്ന് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വളരുവാൻ വചനബദ്ധമായമില്ലാത്ത പാല് കുടിക്ക് പാത്രം വിശുദ്ധമല്ലെങ്കിൽ അഭിഷേകം വരികയില്ല. അതുകൊണ്ട് മുതൽ രാത്രിയും നമ്മുടെ പാത്രം വിശുദ്ധമായിരിക്കണം. അശുദ്ധമായ ഒന്നും തുടരുത്. അന്യായമായ സംസാരങ്ങൾ,
ദൈവമില്ലാത്ത വാക്കുകൾ, നുണകൾ, കൂട്ടിപ്പിടിപ്പിലുകൾ, അറിയാത്ത കാര്യം പറയുന്നത്. സ്തോത്രം. പറന്നു പോകുന്ന കാക്കയ്ക്ക് കുറ്റം പറയുന്ന ആളുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. നാവ് കൊണ്ട് ദൈവമല്ലാത്തത് പറഞ്ഞാൽ ആ നാവിൽ അഭിഷേകം വരികയില്ല. നാവ് ശുദ്ധീകരിക്കപ്പെടണം. ഈ ദൈവശക്തി വ്യാപരിക്കേണ്ടതിന് വലിയ പ്രവാചകനായ വേദപുസ്തകത്തിലെ വലിയ പ്രവാചകന്മാരെ ഭവിഷ്യത്തിൽ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ പട്ടയാണ് ചെയ്യാം. തന്റെ പ്രവചനം ശക്തമായ ഒരു കാലഘട്ടത്തിൽ പ്രവചിച്ച് 6-ാം അധ്യായം വരെ തീർത്തു പ്രവചിച്ച മനുഷ്യൻ 6-ാം അധ്യായത്തിൽ കണ്ടൊരു കാഴ്ച കണ്ടു. ഉയർന്നു പൊങ്ങിയുള്ള സിംഹാസനത്തിൽ കർത്താവ് കണ്ടു. തനിക്ക് മനസ്സിലായി, അയ്യോ ഞാൻ അനിഷ്ട മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ശുദ്ധിയില്ലാത്ത അധരങ്ങൾ. അടുത്ത് വായിക്കുന്ന ദൂതന്മാരിൽ ഒരുത്തൻ ഭീകരൻ കൊടിത് കൊണ്ടെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് വായെ തൊടുവിച്ച് നോക്കിയോ. ഇന്ന് രാത്രിയിൽ അധരം മുതൽ ശുദ്ധീകരണം ആവശ്യമാണ്. അധരം മുതൽ ശുദ്ധീകരണം ആവശ്യമാണ്. അധരം മുതൽ ശുദ്ധീകരണം ആവശ്യമാണ്. ശക്തിയോടെ സ്വന്തം മോശപ്രാപ്തി എന്ന് പറയുന്ന അനുഗ്രഹം പ്രാപിക്കാനുള്ള ശാലയാണ്. കാരണം പാച്ച് വർക്ക് നടക്കുന്നതും അടിയന്തര പണി നടക്കുന്നതും വർഷോപ്പിലാണ്. ഒരു വർഷം വണ്ടി ടെസ്റ്റ് ചെയ്യും. വണ്ടി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ സകലതും ആർട്ടിക പരിശോധിക്കും. ലൈറ്റ്, പെയിന്റ്, സകല നോക്കുന്നു. അതുപോലെ സകല ആളുകളും വണ്ടി വർഷോപ്പിക്കുന്നു. സ്തോത്രം. നമ്മൾ അറിയാത്ത പല കുഴുക്കവും അനക്കവും അവശബ്ദവും കിരികിര ശബ്ദവും. ഈ വണ്ടിയെ കയറുന്നവർക്കറിയാം. ഒരു വണ്ടിയെ കയറുമ്പോൾ അറിയാം ഷോക്ക് പോയതാണോ, കിരികിര ശബ്ദമുണ്ടോ, സ്തോത്രം പഞ്ചറായോ. ചില ആൾ വണ്ടി പഞ്ചറായി 10 കിലോമീറ്റർ ഓടും. നല്ല ഡ്രൈവിംഗ് അറിയാവുന്ന പഞ്ചറായ സൗണ്ട് ചെയ്യുമ്പോൾ വണ്ടി പഞ്ചറായി. സ്തോത്രം. അപ്പൊ ഈ ഇതൊക്കെ മാറ്റി കിളികിരിപ്പോ ഈ ഞരക്കൊക്കെ മാറ്റം നേരെ വർഷോപ്പിൽ വർഷോപ്പിൽ കയറ്റി പണം ഇറങ്ങുമ്പോ 100 വണ്ടി പറഞ്ഞു. തന്റെ AC കൂടെ ഇട്ടിട്ട് കയറ്റാൻ പറ്റും. ഞാൻ കയറണോ ഫസ്റ്റിട്ടാലും കരച്ചില്ല. കേരള ബുദ്ധിമുട്ട് തമ്പേർ നീട്ടിയെടുത്താലും ഓർഗം വായിച്ചാലും ഒരു പതിവ. വണ്ടിയെന്ന് പറയുമ്പോൾ വണ്ടിയുടെ ABC അറിഞ്ഞിരിക്കണം. എന്തറിയോ? നിങ്ങൾ ABC വണ്ടിക്കാരൻ ഏതൊക്കെ വണ്ടിയിൽ പോയി ഇറങ്ങാൻ പോയി ആ വണ്ടിക്ക് എന്തൊക്കെ പരിപാടിയുണ്ട്, എന്തൊക്കെ ഫീച്ചറുണ്ട്, എന്തൊക്കെ മണ്ണുണ്ട്, ലൈറ്റ് ഉണ്ട്, എന്തൊക്കെ പ്രത്യേകത ഇപ്പൊ കാണാൻ പോയി. ശരി, വിഷയം പ്രാവശ്യം ABC എന്ന് പറഞ്ഞാൽ ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്.
പിന്നെ ഡ്രൈവിംഗ്. അപ്പോ ചിലത് ഡ്രൈവിംഗ് അറിയത്തില്ലെങ്കിലും കാര്യം പറഞ്ഞതേ, ഒരു ഞാൻ വണ്ടി ഓടിക്കാതെ 25 വർഷം മിക്കവാറും എൻ്റെ ഭാര്യ മിക്കവാറും കൂടെ കാണും. ഓടിക്കണ്ടത് സെക്കൻഡ് അത് പുള്ളിക്കാരൻ ചിലപ്പോ വലിയ പല പുതിയ ആളുകളും നമ്മുടെ വണ്ടിയോട് ഈ പക്ഷെ വേറെ കാര്യം, ചില സമയത്ത് ഇവരുടെ പറച്ചിൽ അനുഗ്രഹമാണ്. കണ്ടു പോയിട്ട് 4 കണ്ണുണ്ടെങ്കിൽ ടൗണിന്റെ വണ്ടി കുടിക്കുന്നത് പല വണ്ടി എനിക്കതിന് അബദ്ധം പറ്റും. ചിലപ്പോ പുള്ളിക്കാരൻ ചവിട്ടിയോ ഒട്ട ചവിട്ടായി ചവിട്ടുമ്പോൾ നിന്നെ കുട്ടിയില്ലാതെ സഹോദരന്മാരെ കുട്ടിയിരിക്കുന്ന ഒരു അനുഗ്രഹം തന്നെയാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വർക്ക്ഷോപ്പിലെത്തിയാൽ പണി നടക്കുക. ഈ 7 ദിവസമോ 10 ദിവസമോ നമ്മുടെ കുറവ് കാണാനാണ്. ഒരു വർക്ക്ഷോപ്പിൽ മെക്കാനിക്കുകളും പണമുണ്ട്. എല്ലാവരും ചെയ്യുന്നില്ല. തുച്ഛപ്പണി ചെയ്യുന്നവരുണ്ട്, പെയിന്റിനുള്ള ഒരാളുണ്ട്, സീറ്റ് പറയുന്ന ഒരാളുണ്ട്. അങ്ങനെ ഓരോ ടെക്നീഷ്യന്മാരാണ്. ഈ 10 ദിവസമായിട്ട് 10 വകുപ്പുള്ള ആളുകൾ കയറി കാണുക. എവിടെയാണോ പോരായ്മയുള്ളത് അത് ചെത്തി പണിയേണ്ടതിന് ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട സമയമായി, ആത്മാക്കൾ കൂടി വരുന്ന സമയമായി, ദൈവമക്കൾ കുളിക്കപ്പെടാൻ ഈ പ്രാർത്ഥന ചാന്ദ്രമാണ് ശക്തിയോടെ. അഭിഷേകം, പഴയ നിയമത്തിലെ അഭിഷേകത്തെ കുറിച്ച് ഓർമ്മിച്ചാൽ പുറപ്പാട് പുസ്തകം 30:24 വേഗം വായിച്ചു. മോശയുടെ ദൈവം പറഞ്ഞു അഭിഷേക തൈലം ഉണ്ടാക്കിയെടുക്കണം. അത് ഉണ്ടാക്കുന്നത് വഴുതൊടി, അയഞ്ഞ ഊര്, സുഗന്ധ ലവംഗം, ഒലിവണ്ണ, വണ്ടക. ചില ബൈബിളിൽ വയമ്പെന്നുണ്ട്. വയമ്പ് എല്ലാ ബൈബിളിലും ഇല്ല, പ്രീമിയറിലൊക്കെ വയമ്പെന്നുള്ള വയമ്പ് പശുണ്ടാകുന്ന സാധനം. ഈ സാധനം ഇടിച്ച് ഒലിവണ്ണയ്ക്കകത്ത് കാച്ചിയത്. ഇത് സമാഗമന കൂടാതെ കിടക്കുന്ന തൊട്ടിയിലും ചട്ടിയിലും മേശയിലും കാലയിലും അഭിഷേകം പുരട്ടണം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ബോധ്യം സ്വർഗത്തിൽ പോകുന്നില്ല, ഈ മേശ സ്വർഗത്തിൽ പോകുന്നില്ല. പഴയ കാലം പറഞ്ഞു, പഴയ നിയമത്തിൽ അകത്ത് കിടക്കുന്ന ചട്ടുകം, ചട്ടി, കിണ്ണം, മേശ, കാല് ഒക്കെ അംശം. അതെന്തിനാ പറയാം? തേജോവനായ ദൈവം ഇറങ്ങി വരുന്ന സ്ഥലമാകയാൽ, തേജസ്സോടെ വെളിപ്പെടുന്നതാകയാൽ ആലയത്തിൽ കിടക്കുന്ന മുഴുവൻ ഉപകരണത്തിന്റെ മേലും അഭിഷേകം ഉണ്ടായിരിക്കണമെങ്കിൽ ശ്രദ്ധിച്ചോണം. ജീവനുള്ള ദൈവത്തിന്റെ സമയമായ ആലയത്തിൽ രക്ഷിക്കപ്പെട്ട മുഴുവൻ ദൈവമക്കളും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കണം. ശക്തിയോടെ ജീവനുള്ള ദൈവത്തിന്റെ ആലയമായ
ദൈവമക്കൾ സഭയാലയത്തിൽ സകലമേലും ആത്മശക്തി ഉണ്ടായിരിക്കും. അപ്പോ പഴയ നിയമത്തിൽ അല്പം കൂടെ കടന്നു വരുമ്പോൾ രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും അഭിഷേകം ചെയ്യുവാൻ അഭിഷേക തൈലം ഒഴിച്ചിരുന്നു. ശൗലിനെ അഭിഷേകം ചെയ്തത് തൈലപാത്രത്തിലും ദാവീദിനെ അഭിഷേകം ചെയ്തത് തൈലക്കൊമ്പിലുമാണ്. അതിന് വ്യത്യാസമുണ്ട്. പാത്രം ഉടയുന്നത് പോലെ ശൗൽ ഉടഞ്ഞു, കൊമ്പ് ഉയർന്നത് പോലെ ദാവീദ് ഉയർന്നു. ഈ അഭിഷേക തൈലം ശൗല പ്രവാചകൻ ദാവീദ് ഒഴിക്കുമ്പോൾ അവന്റെ തലയിലൊഴിക്കുക. തലയിൽ ഒഴിച്ച താടിയിൽ കൂടെ താഴോട്ട് ഇറങ്ങുന്നതാണ് പഴയ നിയമ അഭിഷേകമെങ്കിൽ പുതിയ നിയമ അഭിഷേകം തലയിലല്ല ഹൃദയത്തിനകത്താണ്. തലയിലല്ല നമ്മുടെ ഹൃദയത്തിലാണ്. തിരുവെഴുത്ത് പറയുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദി ഒഴുകും. അതൊക്കെ അഭിഷേകം. ഇനി അഭിഷേകം നിർത്തി അതിപ്രധാനമായ പുതിയ നിയമം പറയുന്ന രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. രണ്ടാമത്തത് ആത്മസ്നാനമാണ്. എന്താണ് ആത്മസ്നാനം? എന്താണ് ആത്മനിറവ്? രണ്ടും ഒന്നല്ല, എന്നാൽ ഒന്നിന്റെ രണ്ട് അനുഭവങ്ങളാണ്. പരിശുദ്ധാത്മാവിന്റെ ഒരു ആളത്വമാണ്, ഒരു ശക്തിയല്ല, ഒരു ആളത്വം. ആത്മസ്നാനം എന്ന് പറയുന്നത് ആദ്യമായിട്ട് നടന്നത് മർക്കോസിന്റെ മലമുറിയാണ്. ആത്മസ്നാനം ശ്രദ്ധിച്ചോണം, ഒരാൾക്ക് ഒരിക്കലായി സംഭവിക്കുന്നതാണ്. എന്നാൽ ആത്മനിറവ് എല്ലാ ദിവസവും ഉണ്ടായിരിക്കണം. യോഗത്ത് വരുമ്പോൾ മാത്രമല്ല, വീട്ടു പ്രാർത്ഥനയും ആത്മാവിൽ നിറയണം, വ്യക്തിപരമായ പ്രാർത്ഥന ആത്മാവിൽ നിറയണം. ആത്മസ്നാനം എന്ന് പറയുന്നത് ഒരിക്കലായിട്ടുള്ള വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 1:4. അപ്പൊ യേശു ഉയർത്തെഴുന്നേറ്റു എന്നറിഞ്ഞപ്പോൾ പത്രോസ് അടങ്ങുന്ന സംഘം പറഞ്ഞു, നമുക്ക് തിരിച്ച് നമ്മുടെ നാട്ടിൽ ഗലീലയിലേക്ക് പോകാം. യഹൂദന്മാരെ പേടിയാണ്. മാത്രമല്ല, ഇവരെ ജയിലിലടയ്ക്കാനും പീഡിപ്പിക്കാനും അന്നത്തെ ഭരണം തന്ത്രം ഒരുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇവരെ പേടിച്ച് തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് ഇരിക്കുമ്പോൾ യേശു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് വാങ്ങിപ്പോകരുത്, യെരൂശലേമിൽ വാങ്ങിപ്പോകരുത്. അവരുടെ ഉള്ളു ദൈവം പറഞ്ഞു, ഇവിടുന്ന് ഓടിപ്പോകരുത്. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ഇന്ന് രാത്രി കാത്തിരിക്കുന്നത് സൈക്കിളിൽ നിൽക്കാനും മോട്ടോർ സൈക്കിളിൽ നിൽക്കാനുമല്ല, കാത്തിരിക്കുന്ന വാഗ്ദത്തം പ്രാപിക്കാനാണ്. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം ശക്തിയോടെ സ്വന്തം. അപ്പൊ ഇതൊരു വാഗ്ദത്തം. പരിശുദ്ധാത്മാവ് എന്താണ്? പത്താം ക്ലാസ്സിൽ A+ എല്ലാത്തിനും A+ മേടിക്കാമെങ്കിൽ സൈക്കിൾ മേടിച്ചെല്ലാവുന്നോ, ആക്റ്റീവ മേടിച്ചെല്ലാവുന്നോ, അപ്പൻ പേരൻസിനെ കുറിച്ച് പറഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നിലം കൊടുക്കും. പള്ളയുടെ പുറകെ നടന്ന് വെള്ളം ഉണ്ടാക്കി കിട്ടുന്നത് വെള്ളമാണ്. അങ്ങനെയാണെങ്കിൽ കൂട്ടറും സൈക്കിളും ഓടിച്ച് പറഞ്ഞ് തുരുമ്പ് പിടിച്ചു പോകുന്നത്. തുരുമ്പ് പിടിക്കാത്തൊരു വാഗ്ദത്തം ഇന്ന് രാത്രി ദൈവം തരാൻ പോകുന്നു. ശക്തിയോടെ അപ്പോസ്തല പ്രവൃത്തി വായിക്കണം. ഞാൻ പറഞ്ഞുവിടാം, ദേവദാസിക്ക് എടുത്തുക. 2:37 വായിക്കുമ്പോൾ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും. അപ്പോൾ ചോദ്യം, നിങ്ങൾ വളഞ്ഞരുത്, അച്ഛന്മാർ വളഞ്ഞരുത്, അമ്മമാർ വളഞ്ഞരുത്. വാഗ്ദത്തം നിങ്ങൾക്കും വാഗ്ദത്തം നിങ്ങൾ
ആധാരത്തിന് കുഴപ്പമാണ്. ആധാരത്തിന് കുഴപ്പം വേർഷത്ത് ചെറുതും ആധാരത്തിലേക്ക് അവളെ ഓടിച്ചുകൊണ്ട് ആധാരം പിള്ളേരെ കൊണ്ട് ഓടിച്ചു. ഇല്ലെങ്കിൽ വലിയ കുഴപ്പമാണ്. ആധാറും പാൻ കാർഡും ഇലക്ഷൻ ഐ ഡി ഒക്കെ എടുക്കാൻ ഉത്സാഹം കാണിക്കുന്ന ആളുകൾ എടുക്കണം, അത്യാവശ്യമാണ്. എന്നാൽ അതിനേക്കാൾ വലുത് നിത്യരാജ്യത്തിൽ പോകാനുള്ള ക്ലിയറൻസ് ലഭിക്കുവാൻ വാഗ്ദത്തമെന്ന ആത്മാവിനെ പ്രാപിക്കണം. വാഗ്ദത്തം നിങ്ങൾക്കും സ്വപ്നം പറയില്ല. ഒരു കാര്യം നിങ്ങൾ പ്രാപിക്കണം. നിങ്ങളുടെ ഒരു വീട്ടിലെ അനുഗ്രഹം, നിങ്ങളുടെ വീട്ടിലൊരു പാ വലിച്ചിട്ടാൽ അപ്പനും അമ്മയ്ക്കും മക്കൾക്കും കൂടെ ഒരുമിച്ചിരുന്ന് അന്യഭാഷ പറഞ്ഞ് ആരാധിക്കാൻ കഴിയുമെങ്കിൽ അതിനപ്പുറം ഒരു അനുഗ്രഹം വേറെ കിട്ടാറില്ല. ഏറ്റവും വലിയ അനുഗ്രഹം അതാണെന്ന് സ്വന്തം പറഞ്ഞ് ഇന്നലെ ആരാധന കാണാതെ യോഗത്തിന് കാണാനില്ല. പിന്നെ പിള്ളേർ വന്നാൽ അപ്പനും അമ്മയും എല്ലാവരുടെ യോഗത്തിന് വരിക. വാഗമണ്ണ, ഊട്ടി, കൊടൈക്കനാലുണ്ട് കാരണം ഒറ്റ ഭാഷ ഭയങ്കര തിരക്കായിരുന്നു. അവരിങ്ങോട്ട് വരാൻ പോലും പറ്റില്ല. നമ്മളുടെ പ്രാർത്ഥന പറഞ്ഞ കർത്താവ് സിജോയായിരിക്കണേ, സിജോയായിരിക്കണേ, സിജോടെ പോകാൻ ഞാനിവിടെ കിടന്നു സിജോ മക്കളുടെ ഭാഷ ഞാൻ മാസത്തിലുണ്ട് ഇടുക്കിയിൽ സെൻട്രൽ ലെവലോട് ഞാൻ മാസത്തിലുണ്ട് 2 പ്രാവശ്യം ഇടുക്കി, ഈ വാഗമണ്ണ്, ഇടുക്കി, മൂലമറ്റം ഈ എന്നെ ഇവിടെ എത്ര പോകുന്നുണ്ട്. എനിക്ക് ഒന്നും തോന്നില്ല. ഇവിടെ നടക്കാറില്ല. ഈ വണ്ടി പിടിച്ച് അവിടെ ഈ കാടും മൊട്ടക്കുന്ന് കാണാനായിട്ട് നിൽക്കുന്ന ആളുകൾ ഞാൻ എന്റെ പോലെ എന്തോ ഒരു മൊട്ടക്കുന്നാണ് വാഗമൺ. ആളുകൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഓരോരു പോട്ടെ. പക്ഷെ അതിനേക്കാൾ വലുത് ആത്മശക്തി പ്രാപിക്കും. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഒരു പായിട്ടാൽ ഇപ്പൊ പായിട്ടാണ് പണ്ട് അമ്മമാരിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. പാസ്റ്ററെ, ഭാര്യ, കുട്ടികളെ, വിശ്വാസികളെ, കുടുംബങ്ങളെ, ദേശം, സഭ, നെയ്പി, സന്ദർശിക്കുന്ന സ്വതന്ത്രം വന്ന ഭാഷന്മാർ, നിന്ന ഭാഷന്മാർ, പോയ ഭാഷന്മാർ ഒരു 2 പാട്ടുപാട് ചരിത്രമായി അരമണിക്കൂർ ഇന്ന് അമ്മ പ്രാർത്ഥന തങ്ങളെ പ്രാർത്ഥന കനി കുടിക്കണം, പഠിക്കട്ടെ, പ്രാർത്ഥിക്കാതെ പഠിക്കുക. ആരെങ്കിലും അച്ഛൻ കർത്താവ് സ്തുതി സോദരങ്ങളിൽ കിടക്കാൻ പോകണില്ല, അനുഗ്രഹിച്ചു സോദര യേശു വിളമ്പടി പറഞ്ഞാൽ ചോറണം. എല്ലാം കൂടെ 5 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു. പാട്ട് കഴിഞ്ഞു, വേദോസുമാരി എല്ലാം. പണ്ടൊക്കെ കുടുംബ പ്രാർത്ഥന 1 മണിക്കൂറാണ്. 1-2 പാട്ടുപാടി എല്ലാവരും ഓരോ അധ്യായം വായിച്ച് എല്ലാവരും പ്രാർത്ഥിക്കും. ഇന്നൊരാൾ 3 സെക്കൻഡ് പ്രാർത്ഥിച്ച് ആശ്വാസം പറഞ്ഞ് ചപ്പാത്തി പിടിച്ച് വലിക്കാനായിട്ടും ചിക്കനെ പിടിച്ച് വലിക്കാനായിട്ടുള്ള ആത്മീയം കുറഞ്ഞു പോയി. ഇതിനകത്ത് നമുക്ക് നഷ്ടമായ അഭിഷേകം തിരികെ പ്രാപിക്കണം. ശക്തിയോടെ സ്വതന്ത്രം പറഞ്ഞത് ആത്മസ്നാനം ആദ്യം നടന്നത് മർക്കോസിന്റെ ആത്മസ്നാനം ഒരാൾ ഒറ്റ പ്രാവശ്യം ആദ്യം ആത്മസ്നാനം. പണ്ടൊക്കെ ആത്മസ്നാനം പ്രാപിക്കുന്നത് കാത്തലിക് യോഗത്തിൽ ഇന്നത്തെ പോലെ ടൈലും മാറുന്നതൊന്നുമില്ല. ചാണകം മെഴുകിയ തറയിൽ ശക്തമായ തപ്പറച്ചാണ്. അച്ചായന്മാര് ഉണ്ടാണ്. അഭിഷേകം പ്രാപിച്ച് ജനത്തോടെ വലിഞ്ഞ് ഒരഞ്ഞ് ഡബിളുകൊണ്ട് കീറി കൈകടിച്ച് പൊട്ടിച്ച് ചോരയും തൊഴുകി അമ്മമാര് ആ ചട്ടയും കുടയും ഇതൊക്കെ കീറി അന്യഭാഷ പറഞ്ഞ് ആരാധിച്ച് നൃത്തം ചെയ്യുക. ആരാധിച്ച് മണിക്കൂർ പോലും അറിയുന്നില്ല, നൃത്തം ചെയ്താലിരിക്കുക. അപ്പൊ പിള്ളേർ ഒന്നും പറയും എന്റെ അമ്മയാണ്, അവർ നിന്റെ അമ്മയാണ്, എന്റെ അമ്മയാണ്. കാരണം ആരാധന പോലും തിരിച്ചറിയാതെ നൃത്തം ചെയ്താലറിയുക. ആരാധനയൊക്കെ വിടുതലായിരുന്നു, തലമുറയ്ക്ക് വിടുതലായിരുന്നു, ജയമായിരുന്നു.
അവർ ഇന്നും പ്രാപിക്കും. അപ്പോസ്തലരുടെ 10-ാം അധ്യായത്തിൽ കൊർന്നേലിയോസിന്റെ വീട്ടിൽ പത്രോസ് പത്രം പ്രസംഗിച്ചു. അവിടെ ആത്മാവ് വന്നു. അപ്പൊ ചോദിക്കുന്നു, ആത്മസ്നാനം പ്രാപിച്ച ഇവരെ സ്നാനം വിലക്കാൻ ആർക്ക് കഴിയും? ആത്മസ്നാനം പ്രാപിച്ചവർക്ക് ആവശ്യം. എന്താണ് ആത്മസ്നാനം? എന്താണ് വെള്ളത്തിലെ സ്നാനം? വെള്ളത്തിൽ മുമ്പോ കൈ പൊക്കം പിടിച്ചാൽ പോകും. സ്നാനം കണ്ടുണ്ടോ? അത് മറുപടി ഇച്ചിരി പേര് മൂന്നിൽ കൊണ്ട് ഭാഷ പിടിച്ച് പിന്നെ പണ്ടോടെ സ്നാനപ്പെട്ടു. കൈ പൊക്കം പിടിച്ചു. പിന്നെ ഭാഷ 3 പ്രാവശ്യമായിട്ട് കൈ പൊക്കം പിടിച്ചു. എന്താണ് കൈ താകാത്തത്? എനിക്ക് കൊടുത്തിട്ട് കണ്ണ കൊടുക്കാൻ അവിടെ കൈ മുങ്ങിയാ കൊടുക്കാൻ കൊടുക്കുന്നത്. സ്നാനം എന്ന് പറയുന്നത് അങ്ങനെയാണ് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞാൽ. ഇത് മർക്കോസിന്റെ മാലയെ കൂടി ശ്രദ്ധിച്ചോളാം. പരിശുദ്ധാത്മാവ് ഇറങ്ങി എന്റെ അകത്താത്മാവ് വന്നു. എന്റെ മുൻവശത്തിലാത്മാവ്, പുറയിലാത്മാവ്, വലത്താത്മാവ്, ഇടത്താത്മാവ്, നേടിയാത്മാവ്, താഴെയാത്മാവ്. ഞാൻ ആത്മാവിന്റെ അകത്തായത് മാത്രമല്ല, അകത്തെന്റെ ആത്മാവ് വന്നിട്ട് ഞാൻ നൃത്തം ചെയ്യാൻ തുടങ്ങി. ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. ഒരു തെളിവ് പറയാം. ഇവിടെ പുഴയിൽ നദിയൊന്നും വിചാരിക്കുന്നല്ലോ. ഇല്ല, നല്ലൊരു പമ്പ, അച്ചൻകോവില, മണിമല, ആനകണ്ട് ഒരു അയ്യനില്ല. അപ്പം മണിമലയാറ്റിൽ നരിയാനയോടെ വെള്ളമോട് വേനൽക്കാലം ഇറങ്ങാതെ ഉള്ളതായിട്ട് എന്ന് പറഞ്ഞാൽ എത്ര ആരാധന വന്നാലും നരിയാനയായിട്ടുള്ളൂ. ഇന്ന് പലരും ഇരിക്കുന്ന പോലെ ഇരിക്കാം. ഒരു ചെറിയ അത് കൂടുതലില്ല. എല്ലാവരും ശരിക്കും എന്റെ ഭാഷ ആരാധിക്കുമ്പോ ഏറ്റവും കൂടെ ഓ ജീസസ് കൂട്ടോളം ശരീരമാണ്. ഓ ജീസസ് കുറച്ചുകൂടെ കഴിയുമ്പോൾ അരയോളം വന്ന് നിശ്ചയം പുള്ളിക്കാലം ഓ ഗോലി കത്താവ് ജീസസ്. എന്നാൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ തലയ്ക്ക് മീതെ വെള്ളമാണ്. ഏത് ഇരട്ടച്ചെങ്കിന്റെ കാലുകളിൽ പിടിച്ചിരിക്കാൻ ഒക്കത്തില്ല. അവൻ നൃത്തം ചെയ്യും, ചുവാടും തൂതിയും ദൈവത്തെ മഹത്വപ്പെടുത്തും. കാരണം ആത്മാ നദിയിൽ ഇറങ്ങി കഴിഞ്ഞു. ആത്മാവിൽ മൂടപ്പെട്ട് കഴിഞ്ഞു. അവനെ ചാടുടയ്ക്കുന്നില്ല. അവൻ ചാടി ആരാധിക്കുക. ശക്തിയോടെ സ്വന്തം പറഞ്ഞ് ശക്തിയോടെ ചോദിച്ചാൽ ആത്മനദി ഇറങ്ങി വിടുതൽ പ്രാപിച്ചവൻ നൃത്തം ചെയ്യും. 40ഓളം വയസ്സുള്ള ഒരുത്തൻ സുന്ദരമെന്ന് തോവാലെന്ന് വാതിക്കൽ പിച്ചയെടുത്തിരുന്നവനെ പത്രോസ് യോഹന്നാൻ കൈപിടിച്ച് ചേർത്തപ്പോൾ അവൻ പള്ളിക്കകത്ത് കയറി ഒരു മൂലയ്ക്ക് കസേര കൈ കെട്ടി അവൻ തുള്ളിലും എന്താണ് ഞങ്ങൾ ഇത്ര പഴയ ആളുകൾ ഞങ്ങൾ ഇങ്ങനെ വന്ന് നീങ്ങുന്നത് ഞങ്ങൾ കഷ്ടപ്പെട്ട് മൂളം പണിയിച്ച് കസേര പേടിച്ചിട്ട് കഷ്ടപ്പെടുന്നതിന് വേണ്ടി ശരി വരുന്നത് ഞങ്ങളായിരിക്കും. ഞങ്ങൾ ഈ കസേരയിൽ കണ്ടോണ്ടിരിക്കുന്നു. ഞാൻ വിടിവിക്കപ്പെട്ടവനാണ്. എന്റെ ബന്ധന വഴികളാണ്. എന്നെ ദൈവ സൗഖ്യമാക്കിയതാണ്. ഇതുവരെ ഞാൻ തുള്ളിയിട്ടില്ല, ഇതുവരെ ചാടിയിട്ടില്ല. ചാടാൻ കാരണം ദൈവം ഒരു വിടുതലാണ്. ദൈവത്തെ സ്തുതിക്കട്ടെ ശക്തിയോടെ.
സ്നാനം. അടുത്തത് ആത്മനിറവ്. അഭിമാനം കൂടെ പറയാൻ സമയം കിട്ടുന്നു. വിശദമായി ആത്മനിറവ്. എന്താണ് ആത്മനിറവ്? ആത്മാവ് നിറഞ്ഞത് അറിയാം. രക്ഷിക്കപ്പെട്ടപ്പോൾ ആത്മാവ് വന്നതല്ലേ, പിന്നെ നിറയേണ്ട കാര്യമുണ്ട്. രക്ഷിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാണ്. രക്ഷിക്കപ്പെടാൻ പിന്നെ നിറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ നിറയുണ്ടായിരുന്നെങ്കിൽ നിറയുണ്ടാതെ ജനിച്ച ഒരാൾ ഉപേക്ഷിച്ചു. കാരണം ജനിച്ചത് പരിശുദ്ധാത്മാവിനാണ്, വളർന്നത് പരിശുദ്ധാത്മാവിനാണ്. ആത്മാവിൽ ജനിച്ച് ആത്മാവിൽ വളർന്ന യേശു, ലൂക്കോസ് 4:1, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുപോയി. രക്ഷിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ ആത്മനിറവിലേക്ക് നമ്മൾ വരണം. ആത്മനിറവ് അപ്പോസ്തലന്മാർ 2:1 പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ആകാശം മുഴക്കമുണ്ടായി, അഗ്നിജ്വാല പോലെ പ്രണനാവുകൾ പ്രത്യക്ഷമായി. അവർ വളരെ ശ്രദ്ധിച്ചോണം. എല്ലാവരും പരിശുദ്ധാത്മാവ്. അപ്പൊ അവിടെ എത്ര പേരുണ്ടായിരുന്നു? ഇടുക്കി 120 പേരുണ്ട്. 120 പേരും ആത്മാവിൽ നിറഞ്ഞു. അപ്പൊ നമ്മുടെ സഭയിൽ എത്ര പേരുണ്ട്? മുഴുവൻ ആളുകൾ നിറയണം. ആത്മാവ് നിറഞ്ഞവരായി, ആത്മാവ് നിറഞ്ഞവരായി. അപ്പൊ അന്യഭാഷ പറയുന്ന ആര്? ആത്മാവിൽ നിറഞ്ഞവരാണ്. ആത്മാവിൽ നിറഞ്ഞു എന്നുള്ളതിന്റെ പ്രത്യക്ഷമായ അടയാളമാണ് അന്യഭാഷ. ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യ ഫുൾ ഗോസ്പൽ, സുവിശേഷനാദം, സഭാനാമം, പേജ് 2. ഞങ്ങൾ വിശ്വസിക്കുന്നു മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനും പരിശുദ്ധാത്മ നിറവ് ലഭിക്കുന്ന അന്യഭാഷാ ഭാഷണത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അന്യഭാഷ പരിശുദ്ധാത്മാവിന്റെ ഏകവും പ്രത്യക്ഷവുമായ അടയാളമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ആര് പറഞ്ഞതാ? അന്വേഷിക്കാൻ പറഞ്ഞത് ചർച്ച് ഓഫ് ഗോഡിന്റെ സുവിശേഷനാഥമെന്ന സഭാമാസികയുടെ നാവായ മാസികയുടെ കവർ പേജ് 2 വീട്ടിൽ കിടപ്പുണ്ടെങ്കിൽ ചെന്ന് പോയി നോക്കണം. മാത്രമല്ല പരിശുദ്ധാത്മാവിന്റെ ഇതാണ് തീ. വെറുതെ കുറിച്ചു ഇന്ത്യയിൽ കൊടുത്തതല്ല, ഒരു തീയാണ് കത്തുന്നത്, ഒരു തീജ്വാല. എമ്പളത്തിനകത്ത് പോലും ഒരു തീജ്വാല ഉണ്ടെങ്കിൽ സകല ദൈവമക്കളും ആത്മാവിന്റെ ശക്തി പ്രാപിക്കണം. ആത്മാവിന്റെ തീനാളമായി മാറണം. ആത്മാവിൽ നിറയണം. ശക്തിയോടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ അന്യഭാഷ സംസാരിക്കും. അന്യഭാഷ സംസാരിക്കുന്നവൻ മനുഷ്യരുമല്ല, ആത്മാവിൽ വൻകാര്യങ്ങളെ പ്രസ്താവിക്കും. ഇനി പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യമുണ്ട്. ഒന്നിനേറ്റ് ദൈവം നമ്മളെ വാഗ്ദത്തം ആത്മാവിനെ തന്നത് സകലം നിങ്ങളെല്ലാം നിമിഷങ്ങൾ അങ്ങനെ വായിച്ച ഒന്നിനെ പോരെ ക്ഷീണവും ഒന്നിനെ
എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് സ്നാനം പ്രാപിക്കുന്ന ഒരാളുടെ മേൽ രണ്ട് അനുഭവങ്ങളാണ്. ഒന്ന് പരിശുദ്ധാത്മാവ്, രണ്ട് ദൈവശക്തി. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ദൈവശക്തി വരും. തെളിവ് അപ്പോസ്തലപ്രവൃത്തി 10:37 പടപടമായി. യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അപ്പൊ ആത്മസ്നാനം പ്രാപിച്ച, ആത്മനിറവ് പ്രാപിച്ചവരുടെ മേൽ പരിശുദ്ധാത്മാവ് കൊണ്ട് ദൈവശക്തി. ദൈവവചനത്തെയും ശക്തിയെയും മതിയായ തെറ്റിപ്പോ. അപ്പൊ ദൈവശക്തി. പിശാചിന് വലിയ പിണക്കം. ദൈവശക്തി നമ്മുടെ മേലുള്ളതാണ്. അന്യഭാഷ പറയുന്നതിനേക്കാളും പിണക്കം ശക്തി നമ്മുടെ മേലുള്ളതാണ്. അതുകൊണ്ട് ശത്രുവിന്റെ പരിപാടി നമ്മുടെ ശക്തി ശയിപ്പിക്കുക. ശിംശോൻ കട്ടളക്കാരൻ ഓടാൻ ഒരു വലിച്ചെടുത്തോണ്ട് പോയപ്പോൾ കൈതയുടെ പച്ചത്താടിയുടെ കുന്നുമൊന്ന് രണ്ട് നനച്ചെടുത്തപ്പോൾ ദൈവ ചോദിച്ച ചോദ്യമുണ്ട്, നിന്റെ ശക്തി ഏതിലാണ്? ശക്തി പോയാൽ നമ്മൾ കേവലം മനുഷ്യരാണ്. പെന്തിക്കോസ്തുകാരുടെ ബലം ആത്മശക്തിയിലാണ്. സ്വന്തം പറഞ്ഞു പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ ദൈവശക്തി അറിഞ്ഞിട്ടുണ്ട്. പലർക്കും നിർബന്ധിച്ച് അന്യഭാഷ പറയാം, പക്ഷേ ശക്തി ശക്തി അതാ സെൻട്രല് ഇറങ്ങണം. ഈ കറക്കം ശക്തി ഉണ്ടായിട്ടുള്ള കറക്കമല്ല, കറങ്ങി പരിചയത്തിന്റെ കറക്കമാണ്. പെന്തിക്കോസ്ത് ചർച്ച പോലെ IPC 30 കൊല്ലമായ അന്യഭാഷ പറയാൻ ശക്തി വേണ്ട, പരിചയത്തിൽ പറയാം. പരിചയത്തിൽ കൈയടിക്കാം, പരിചയത്തിൽ സ്വതന്ത്രം പറയാം, പരിചയത്തിൽ പ്രസംഗിക്കാം. അതുകൊണ്ട് ജീവനില്ല, വിടുതലില്ല. ദൈവശക്തിയാണ്. ശക്തിയോടെ ശക്തി ഇല്ലെങ്കിലും പെന്തിക്കോസ്തുകാരെ ചിലവർക്ക് പോകുന്നത് കൈയടിക്കാൻ ശക്തി, സ്വതന്ത്രം പറയാൻ ശക്തി. അടുത്തിൽ പറയുന്ന കുഞ്ഞുമാമയും തകച്ചാലും പോലും ഉണരത്തില്ല. നമ്മൾ സ്വതന്ത്രം ശക്തി ഉണ്ടെങ്കിൽ സ്വതന്ത്രത്തിനൊരു ബലമുണ്ട്. ദൈവശക്തിയുള്ളവന്റെ കൈയടിക്കകത്ത് വിടുതല, സ്തോത്രത്തിനകത്ത് വിടുതല, പ്രാർത്ഥനയ്ക്കകത്ത് വിടുതല. നമ്മുടെ ശക്തി ചോരരുത്. രക്തസ്രവമുള്ള സ്ത്രീ ന്യായപ്രമാണവും മതവും സകലതും തടസ്സമായിരിക്കുമ്പോ അവർ വർത്താനം പറഞ്ഞു, യേശുവിനെ ശേഷം താൻ വിടുതൽ.
നേരെ കൂടെ തള്ളി തിരികെ കയറി ഓടി ചെന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ ക്ഷണത്തിൽ വിടുതൽ പ്രാപിച്ചു. യേശു തോന്നി എന്നെ തൊട്ടതാണ്. കർത്താവിന്റെ തോന്നി ഇത്ര കുട്ടി അല്ല, ശക്തി വന്നു. ഈ ശക്തിയാ നമ്മുടെ മേലുള്ള ശക്തി. ഈ ശക്തിയാ സഹോദരി നിന്റെ മേലുള്ള ശക്തി. ഈ ശക്തിയാ സഹോദരന്മാരുടെ ശക്തി. ഇത് സൗഖ്യമാക്കുന്ന ശക്തിയാ. മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്ന ശക്തിയാ. പിശാച് ഓടുന്ന ശക്തിയാ. പെന്തക്കോസ്തിന്റെ ശക്തി. ജയിച്ച ശക്തിയാ. ഇത് ഉയർപ്പിന്റെ ശക്തിയാ. റോമൻ ഗവൺമെന്റിനെ മുദ്ര പൊളിക്കുന്ന ശക്തിയാ. അപ്പോൾ അഭിഷേകം പ്രാപിച്ചോടെ ഉറങ്ങി തൂങ്ങിയ ആദ്യമായി പറയല്ല, ശക്തിയോടെ ദൈവത്തിലാണ്. കാരണം ശക്തിയെ കൊണ്ട് നമ്മളെ അഭിഷേകിച്ചിരിക്കുക. യേശുക്രിസ്തു വ്യാപരിച്ച അതേ ആത്മാവ് നമ്മുടെ മേൽ വ്യാപരിക്കും. അപ്പൊ നമുക്ക് അന്യമായി പറയാൻ പറ്റും, ശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ശക്തിയാണ് തിരിച്ചു പിടിക്കുന്നത്. ആ ശക്തി തിരിച്ചു പിടിക്കണം. നഷ്ടപ്പെട്ട ദൈവശക്തി, മാറിപ്പോയ ദൈവശക്തി, പണ്ട് നൃത്തം ചെയ്ത് ആരാധിച്ച ഏതോ വിഷയത്തിൽ, ഏതോ ഇടപാടി നമ്മുടെ ശക്തി ചോർന്നിട്ടുണ്ട്. നമ്മുടെ ശക്തി എവിടെ ചോർന്നറിയാൻ ഇന്ന് രാത്രി പ്രവാചകൻ ദൂത് പറയുന്ന കാര്യമില്ല. എന്റെ ശക്തി എവിടെയാ പോയെന്ന് പ്രവാചകൻ പറയണ്ട. മാനാനും ദോഷപ്പോ കൂടെ കൊണ്ടുവച്ചാലോ ഭാര്യ പണി വഹിച്ചാലോ എന്ന് പറയണ്ട. എന്റെ ശക്തി പോയാതിരിക്കില്ല. ഒരു 25 വർഷം മുമ്പ്, 26-27 വർഷം മുമ്പ് എനിക്കൊരു ചേർത്തക്കുന്ന സ്കൂളുണ്ട്. ഞാൻ എന്റെ ഭാര്യ വിളിച്ച് വെച്ചോണ്ട് കരച്ചാല് വഴി ഇലക്കുളത്ത് വഴി പാവാടിക്ക് പോകുമ്പോൾ ഒരു ലോറി കയറി വന്നു. ഞാൻ സ്ഥലമില്ലാത്ത സ്കൂട്ടറിങ്ങനെ വീശിയിരുന്നു. എന്റെ ഭാര്യ തെരച്ച് റോഡിൽ വീണു. ഞാൻ അറിഞ്ഞില്ല. ഞാൻ വിട്ടു. ഞാൻ 1.5 കിലോമീറ്റർ ചെന്നപ്പോൾ അനക്കമില്ല, വിലകമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും പുറമെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നും ചെയ്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എപ്പത്തി ഒന്നുമില്ല. കർത്താവ് വന്നതാണെന്ന് എനിക്കറിയാം. അത് ഞാൻ പോയി. ഞാൻ നേരെ തിരിച്ചു പോയി. തിരിച്ചു പോയപ്പോൾ ആടെ ഓർമ്മ എഴുതി കളത്തിന്റെ വാച്ച് പോയി. അച്ഛാ ഞാൻ പിന്നെ മനുഷ്യരെ കൊണ്ടുപോയി ആശുപത്രി വലിയ ഒളിവ് ചെന്നുണ്ടായി. അച്ഛാ ഒരു 25 വർഷം കഴിഞ്ഞു. ഞാനതിലെ കാരണം ഇവിടെ വരുമ്പോൾ എനിക്കറിയാം ഇവിടെ അത് പറയുന്നു. ഞാൻ വിഷയം മാറ്റി. മോനെ വിടുന്ന കാര്യം എങ്ങനെയാണ്, പൈസ എഞ്ചിനീയർ കൊണ്ടുവന്നു, മോനെ ദേശം കൊണ്ടുവന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ വിഷയം മാറ്റി. ഓർമ്മ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ നമ്മൾ വീണ സ്ഥലമില്ല. അപ്പൊ നമ്മൾ വീണ സ്ഥലം ആരും പരിചയപ്പെടുത്തുന്ന കാര്യമില്ല. നിനക്ക് വീണ വീഴ്ച എവിടെയാണെന്ന് രാത്രി മനസ്സിലാക്കാം. എവിടെയോ ശക്തി നഷ്ടപ്പെട്ടത്, എവിടെയോ കൃപ ചോർന്നു പോയത്, ഏതോ ഇടമാണ് നഷ്ടപ്പെട്ടു പോയത്. നഷ്ടപ്പെട്ട ദൈവശക്തി. ഈ ദൈവശക്തി പോകണ്ട. എല്ലാവരും ആരാധിക്കും. നമ്മൾ ആരാധിക്കാൻ പറ്റില്ല. ശക്തി പോയി. ചിലപ്പം തുമ്പിച്ച് അന്യമായി പറയും. അന്യമായി പറഞ്ഞൊന്നും ചെയ്യില്ല. എന്താ സംഭവിച്ചത്? ശക്തി പരിശുദ്ധാത്മാവിനെ ശക്തിയായ അഭിഷേകം. അപ്പൊ അഭിഷേകം പ്രാപിക്കുന്നതോടൊപ്പം നമ്മുടെ ദൈവശക്തി വ്യാപരിക്കുന്നു. ഇനി ഓടിച്ചു പറയുന്നതിനോട് സമയം എനിക്ക് ദൂരെ പോകണം. 2 മണിക്കൂർ പോകണം.
സുവിശേഷം 3-ാം അധ്യായം 34-ാം വാക്യം. ആത്മാവിനെ തരുന്ന അളവ് കൂടാതെ ലോകത്തിലുള്ള എല്ലാം അളന്നേ കിട്ടും. എല്ലാത്തിനും അളവുണ്ടാണ് കേട്ടോ. നീല സാരി കൊടുത്ത അമ്മാമ ഏറ്റവും അടുത്ത കസരയിക്കും പുറകിലും സാരി കൊടുത്തോളൂ. ഈ സാരിക്ക് ഒരു അളവുണ്ട്. എത്ര മീറ്റർ അമ്മാവ്? ചിലത് വെച്ച് 5-4 നൂറ്റാണ്ടിന്റെ സ്വന്തം. അപ്പൊ സാരിക്ക് അളവ് 5.5 മീറ്ററാണ്. എല്ലാത്തിനും അളവുണ്ട്. ഈ അച്ചാറിന്റെ റെഡിമെയ്ഡ് ഷർട്ടാണ് തയ്പ്പിച്ചത്. അവിടെ കയറി ചെല്ലുമ്പോൾ ചോദിക്കും, സാറേ 40 വേണോ, 42 വേണോ, 44 വേണോ, XL വേണോ, XXL വേണോ, ലാർജ് വേണോ? ഒരളവ്. ഈ ഹോള് ചുമ്മാ പണിതല്ല, ഇത് നീളം വീതി അളവുണ്ട്. ലോകത്തിലുള്ള എല്ലാത്തിനും അളവുണ്ട്. നമ്മുടെ വീട്ടിൽ വെള്ളം അടിക്കുന്ന മോട്ടർ അളവുണ്ട്. 1/2 HP ഇന്ദ്രശക്തിയാ, ഹോഴ്സ് പവർ 1 HP. മോനെ മുമ്പ് കുറെ അരി പഞ്ചസാര എടുത്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞത് 5 കിലോ അരി 1 കിലോ പഞ്ചസാര എല്ലാ അളവുണ്ട്. ആറ്റി കളഞ്ഞാലും എന്നാൽ അളവില്ലാതെ കിട്ടുന്ന ഒന്ന് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ്. പ്രായം നോക്കിയല്ല, വയസ്സ് നോക്കിയല്ല, കുടുംബശ്രേഷ്ഠ നോക്കിയല്ല, ഔദാര്യമായി ദാനമായി തരുന്ന അളവില്ലാതെ തരുന്ന പരിശുദ്ധാത്മാവിന് അളവ് കൂടാതെ പ്രാപിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന അളവില്ല. ഞാനൊക്കെയുമായി ബന്ധത്തിലൊന്നുമില്ല. അളവില്ലാതെ സമയം നോക്കാതെ പ്രാപിക്കാൻ കഴിയുന്നിടത്തോളം പ്രാപിക്കണം. 2 പോലെ 2 കിലോ 2 മീറ്ററില്ല, അളവില്ലാതെ. എഫേസ്യർ 1 പറഞ്ഞിട്ട് വിശ്വസിക്കാൻ നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, അളക്കാൻ കഴിയാത്ത അളവറ്റ ശക്തി, അളവറ്റ വലിപ്പം ഇന്ന് രാത്രി ദൈവം പകരാൻ പോകുകയാണ്. ഏൽപ്പിച്ചു കൊടുത്ത ദൈവം പകരാൻ പോകുകയാണ്. അപ്പൊല്ലോസ് ഉപരിതലിക്കുമ്പോൾ പൗലോസ് എഫെസോസിലൂടെ കടന്നുപോയി. ശിഷ്യന്മാരെ കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് ഉണ്ടെന്ന് പോലും അറിയത്തില്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. എന്തിനാണ്? പാപത്തെ ജയിക്കാൻ. ഇതിനകത്തൊരു യുദ്ധം നടക്കുന്നത്. ജഡവും ആത്മാവും തമ്മിൽ. കണ്ണു പറയും അത് കണ്ടു, ചെവി പറയും അത് കേട്ടു, മനസ്സ് പറയും കുഴപ്പമില്ല, ഹൃദയം പറയും അത് സാരമില്ല, പാപമൊന്നുമില്ല, ചെയ്യണം. അങ്ങനത്തെ പരിശുദ്ധാത്മാവ് പറയും ചെയ്യരുത്, കാണരുത്, കേൾക്കരുത്, നോക്കരുത്. ആത്മാവകത്തുണ്ടെങ്കിൽ പാപം ചെയ്യാൻ സമ്മതിക്കത്തില്ല. വിശദമായി പറയാനൊക്കാത്തതൊന്നും 2 മണിക്കൂറിൽ വിശദമായി പറയേണ്ട കാര്യം. 2 വാക്യമായി നമുക്ക് പ്രാർത്ഥിക്കാൻ പോയി. റോമാലേഖനം 8-ാം അധ്യായം 11-ാം വാക്യം, ഫിലിപ്പിലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം. യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ച ആത്മാവ് നിങ്ങളെ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ ഉയർപ്പിച്ചവൻ ശ്രദ്ധിക്കണം, നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട്. നമുക്കൊരാത്മാവുണ്ട്, അതുകൊണ്ടാണല്ല, തന്റെ ആത്മാവ് കൊണ്ട് നമ്മുടെ മധ്യ ശരീരത്തിൽ
നമ്മുടെ സഭയുടെ സിമിട്രി സെല്ലിൽ അടക്കം ചെയ്ത മണ്ണായ ശരീരം കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ കല്ലറയിൽ നിന്നും പുറത്തു വരാൻ, മണവാട്ടിയമായി പുറത്തു വരാൻ ഇവിടെ വെച്ച് ആത്മാവിനെ പ്രാപിച്ചിരിക്കണം. ഒരു പക്ഷേ മയം വെച്ചൊക്കെ പ്രസംഗിക്കുന്നതാണ് ഉള്ളിൽ ആത്മാവിനെ കുറിച്ച് അധികം പ്രസംഗിക്കാനാണ്. അത് മുഖം പറഞ്ഞു കറക്റ്റ് ഉപദേശം പറയാം, പ്രാപിച്ചിരിക്കണം. അപ്പോൾ ചോദ്യം, ഞാൻ ഉയർത്തുന്നില്ല, ഉയർത്തും. മണ്ണിൽ നിദ്ര കൊള്ളുന്ന എല്ലാവരും ഉയർത്തും. ദാനിയേൽ 12 ചിലർ നിത്യജീവനായി, ലജ്ജയ്ക്കായി, നിത്യനിന്ദയ്ക്കായി എഴുന്നേറ്റ് വരും. നമ്മൾ എഴുന്നേറ്റ് വരുന്നത് നിന്ദയ്ക്കും ലജ്ജയ്ക്കുമല്ല, മണവാട്ടിയായിട്ട് എഴുന്നേറ്റ് വരും. നമ്മുടെ പൗരത്വമോ സ്വർഗ്ഗത്തിലാവുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തിയോട് നമ്മുടെ കാഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരം നമ്മുടെ വിശ്വസിക്കുന്നു. ഈ ശരീരം വിൺമയമായി മാറി ഉള്ളിൽ തേജസ്സുള്ള ശരീരമായി രൂപാന്തരപ്പെടണമെങ്കിൽ ആത്മശക്തി അകത്തുണ്ടായിരിക്കണമെന്ന് വചനം പറയുമ്പോൾ ദൈവത്തെ സ്തോത്രം പറഞ്ഞേ. വലിയ ടാങ്കറിലോട് പെട്രോളും ഡീസലും കൊണ്ടുവന്ന് നമ്മുടെ ഇവിടുത്തെ പമ്പിൽ ഒഴിക്കും. ഏത് പമ്പിൽ? വാഹനത്തെ പമ്പിൽ കൊണ്ട് ഇന്ത്യൻ്റെയോ മാരുതിൻ്റെയോ ആ പെട്രോളാണ് നമ്മുടെ വണ്ടിയെ ഓടിക്കുന്നത്. അപ്പൊ ഇതിന്റെ ടാങ്കറിനോട് പറയാം, ഞാൻ അറിയാം, വാളകത്തുള്ള മുഴുവൻ വണ്ടി ഓടിക്കുന്നത് ഞാൻ കൊണ്ടുവന്ന പെട്രോൾ കൊണ്ട് ചേർത്ത. ശരി, എനിക്ക് നിന്നോട് ചോദ്യം, മോനെ നിന്റെ മണ്ടയ്ക്ക് 10,000 ലിറ്റർ സാധനം ഉണ്ടെങ്കിലും നിന്റെ വണ്ടി ഓടണമെങ്കിൽ നിന്റെ ടാങ്കിൽ എണ്ണ കാണണം. ഒരു വണ്ടി തന്നെ ഓടുന്നില്ല. സ്വതന്ത്രം പറഞ്ഞ ശക്തിയോടെ എന്റെ അപ്പൻ അഭിഷേകം പ്രാപിച്ച, അമ്മ അഭിഷേകം പ്രാപിച്ച, ഞാൻ ചർച്ച പോകണമെന്ന് പറഞ്ഞ വലിയ പ്രസ്ഥാനത്തിൽ എല്ലാം നല്ലതാണ്. നിനക്ക് പോണെങ്കിൽ നിന്റെ എണ്ണ കാണണം. ഓരോ എണ്ണ കാണണം. കർത്താവ് വരുമ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ പ്രാപിച്ചാൽ പറ്റും കേട്ടോ. സ്നാനം അത്യാവശ്യമാണ്. സ്നാനപ്പെടാത്ത സ്നാനപ്പെടണം. അതിന് ഏറ്റവും അതിപ്രധാനമായ ആത്മശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി ദൈവം നമ്മുടെ മേൽ പകരട്ടെ. യൂറോപ്പിൽ, കേരളത്തിലെ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, UK, കാനഡ ഇവിടെയൊക്കെ പോണെങ്കിൽ എന്താ പഠിക്കും? IELTS പാസ്സാണ്, അല്ലെങ്കിൽ OET പാസ്സാണ്. ഇപ്പൊ നമ്മുടെ പിള്ളേർക്ക് ജർമ്മനി പോവുക. ജർമ്മനി പോണെങ്കിലോ ജർമ്മൻ ഭാഷ പഠിക്കും. A1, A2, B1 ഈ 4 സർട്ടിഫിക്കറ്റുകൾ പോലും. അപ്പൊ ജർമ്മനി പോണെങ്കിൽ ജർമ്മൻ ഭാഷ, യൂറോപ്പിൽ പോണെങ്കിൽ സ്വർഗത്തിൽ പോണെങ്കിൽ ജോലിക്ക് വേണ്ടി യൂറോപ്പിൽ പോണെങ്കിൽ കാശ് കൊടുത്തായിരിക്കും വാങ്ങുന്നത്. ജർമ്മനി പോകണം, ജർമ്മൻ പാടും. കുഞ്ഞു കാര്യമല്ല. നശ്വരമായ ഒരു ലോകത്ത് പോകാൻ, നിത്യമായ രാജ്യത്ത് പോകാൻ, നിത്യവർഷങ്ങൾ പാർക്കാൻ കാത്തിരിക്കുന്ന ദൈവമക്കൾ ആത്മസ്നാനം പ്രാപിക്കണം. ആത്മാവിൽ നിറയണം. അന്യഭാഷ സംസാരിക്കണം. അന്യഭാഷ പറയുന്നത്
മനുഷ്യരോടല്ല ദൈവം. ഞാൻ നിങ്ങളെക്കാൾ എല്ലാവരെക്കാളും അധികം അന്യഭാഷ പറയും. ദൈവം നിന്നെ അറിയുന്നു. ആ വിഷയമുള്ളവരെ അറിയുന്ന ദൈവം ദിവസമാണ്. എന്റെ ഒരു ചെറിയ അനുഭവം കൂടെ പറഞ്ഞു. ദൈവം അറിയുന്ന കാര്യം പറയും. ഒരു 5 വർഷം മുമ്പ് ഞാൻ ശുശ്രൂഷിക്കാനായിട്ട് അസംബ്ലീസ് ബോർഡിന്റെ സഭ ഇംഗ്ലണ്ടിലുള്ള കേംബ്രിഡ്ജിലുള്ള അസംബ്ലീസ് ബോർഡ് സഭയെ വിളിച്ചു. ഞാൻ അവിടെ 4 മാസത്തെ യോഗത്തിൽ പോയി 2 മാസം പ്രസംഗിച്ച് തിരിച്ചു. അപ്പോൾ എനിക്ക് മതി, അതുകൊണ്ട് ഞാൻ ഒത്തിരി കാലം പ്രസംഗിച്ചുകൊണ്ട് ഞാൻ മണന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ പാസ്റ്റർ എന്നെ ഇറക്കിയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇറക്കിയ പാസ്റ്ററെ ആർക്ക് വേണമെങ്കിലും കാറ് കൊണ്ടുപോകണം, കാറ് കൊണ്ടുവന്ന് മാറ്റി വെച്ചു. എല്ലാവരും അങ്ങനെ കൊണ്ടുപോയി. ഒരു 8 മണിക്കൂർ യാത്ര സ്ഥലത്ത് കൊണ്ടുപോകാൻ ആളുകൾ എല്ലാവരും ജോലിക്ക് പോകണം. എന്നോട് പറഞ്ഞ് ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി പാസ്റ്ററെ അടുത്ത ബസ് 1ാം ബസ് എൻ്റെ സംവിധാനമുള്ള നമ്മുടെ പിണറായി സാധനം ഇപ്പോൾ ഉണ്ടാക്കിയാൽ വളരെക്കാലം മനോഹരമായ വണ്ടി ഇതൊക്കെ ഇരുന്നാൽ മതി. ബാത്റൂം സെറ്റ് എല്ലാം ഉണ്ട്. അടുത്ത സ്റ്റോപ്പിൽ നടക്കാം. ഞാനിവിടെ ഇങ്ങനെ ഒരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുക. നല്ല തണുപ്പുള്ള സമയം. നിങ്ങളിപ്പോൾ ചിരി വരും. എന്നാലും എനിക്ക് ഇംഗ്ലീഷിൽ പോലെ യൂണിറ്റ് പാസ് എന്ന് പറഞ്ഞ മലയാളത്തിൽ പറയാം 3 മിനിറ്റ്. ഞാൻ അവിടെ എല്ലാം തപ്പി നോക്കി. നമ്മുടെ ഇവിടുത്തെ പോലെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഞാൻ ആകെ വിഷമിച്ചു. ഞാൻ അവിടെ ഗ്രോസറി കച്ചവടക്കാരൻ സായിപ്പിനോട് ചോദിച്ചു, എനിക്ക് 100 ഭാഷ കിട്ടുന്നത്. അയാൾ പറഞ്ഞു, സാറേ അതുകൊണ്ട് അങ്ങോട്ട് അതിനകത്തോട് 30 പെൻസ് അങ്ങോട്ടിട്ടാൽ ആ ഡോർ തന്നെ തുറന്നു. ഭാഷ കണ്ട് ഏത് കഴിഞ്ഞ് തുടങ്ങി. ഞാൻ കയറി കഴിയുമ്പോൾ അതാണ് കയറാറുണ്ട്. 30 പെൻസ് ഉണ്ടാവും. അപ്പം ഞാൻ എൻ്റെ പേഴ്സ് കൊടുക്കുമ്പോൾ 10ന്റെ പൗണ്ടുണ്ട്, 5ന്റെ പൗണ്ട്, 2ന്റെ പൗണ്ട്. എൻ്റെ ഒരു 50,000 രൂപ പേഴ്സിലുണ്ട്. പക്ഷേ ചില്ലറ ഒരു കാര്യം വന്നോളൂ, എത്ര പൊന്നിൻ തൂമ്പ ഉള്ളവരും ഞാനാകെ വിഷമിച്ചു. പണ്ട് വരാൻ 1/2 മണിക്കൂർ വേണം. ആരോട് ചോദിക്കാനാ? സായിപ്പന്മാരോട് ചോദിച്ചാൽ അവർ ആടി ചവിട്ടുന്നവരെ എന്തൊക്കെ ചവിട്ട് പുസ്തകമായി. പിന്നെ പല ജാതികളാണ്. നമുക്ക് അത്ര ഭാഷ കഴിയുന്നില്ല. ഞാൻ ആകെ വിഷമിച്ച് ഓടി ഉള്ളിലൂടെ നടക്കുക. 30 പെൻസ് മതി. എന്നാൽ അന്നത്തെ 30 രൂപ ഇവിടെ കിട്ടും. ഞാൻ ആകെ വിഷമിച്ചു. ദൈവമേ, എൻ്റെ ഈ വിഷയം എനിക്കും ദൈവത്തിനല്ലാതെ ഉള്ളതെന്താണ് പറയുന്നത്. ഓരോ സെക്കൻഡ് കഴിയുമ്പോൾ ടെൻഷൻ കൂടി വരിക. പിന്നെ 1/2 മണിക്കൂർ ഇവിടെ വല്ല കപ്പക്കാരെ ഓടിപ്പോകാം. അവിടെ വല്ല ആകെ ഞാൻ വിഷമിച്ചു. ബന്ധപ്പെട്ടു. ഞാൻ പാലപ്പെട്ടത് മനസ്സുമല്ലാതെ ഉലകത്തിലെ ആർക്കും ഇതിന്റെ ആവശ്യം. ഞാൻ ഇരിക്കുമ്പോൾ ആ വീടിന്റെ അങ്ങേയറ്റം വലിയൊരു ബസ് സ്റ്റാൻഡാണ്. അവിടുന്ന് ഒരു 90 കിലോ തൂക്കമുള്ള ഒരു എത്യോപ്യക്കാരൻ സ്ത്രീ, തടിച്ചൊരു സ്ത്രീ, ജീൻസും പാൻറ്റും ഷർട്ടും കാതിൽ വെട്ടിയാണ്ട് കമ്മലും ചിരിയൊക്കെ പെയിന്റ് തലമുടിയൊക്കെ ഇങ്ങനെ പിന്നിട്ട് ഒരു സ്ത്രീ കണ്ടാൽ പഠിച്ചു പോകും. ഈ സ്ത്രീ കൈയടിച്ചെന്നെ വിളിച്ചു, ഞാൻ നല്ല ജീവൻ പോയതാണ്. അന്യനാട്ടിൽ സായിപ്പന്മാരുടെ നാട്ടിൽ ഈ സ്ത്രീയോട് ഞാൻ എന്താ പറയാ, എത്യോപ്യക്കാരിയ എന്താ ഞാൻ പറയുന്നത്, ഇവിടെ എന്തിനാ വിളിച്ചതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് കാര്യം അറിയണം, ദൈവത്തിന്റെ നീതി പറയാം. ഈ സ്ത്രീ തന്റെ ബായിക തുറന്നിട്ട് പേഷ്യന്റ് എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, നിനക്ക് വേണ്ട പൈസ എടുത്തോളാം. നമ്മുടെ ദൈവം കെട്ടുകതയല്ല. 800 കോടി ജനം ലോകത്തിലുണ്ട്. 800 കോടി ജനമുള്ളിടത്ത് അന്യ നാട്ടിൽ 30 പെൻഷന് വേണ്ടി എന്റെ മനസ്സ് വേദനിച്ചപ്പോൾ എത്യോപ്യക്കാരി സ്ത്രീയുടെ പേഴ്സ് തുറപ്പിച്ച ദൈവത്തെ ഞാൻ ആരാധിച്ചു. സ്വോത്രം പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയും, അന്യനാട്ടിൽ ഒരു എത്യോപ്യക്കാരി സ്ത്രീയുടെ പേഴ്സ് നിന്ന് എനിക്ക് വേണ്ട 30 പെൻഷൻ തരാൻ അവളോട് കൽപ്പിച്ച ദൈവത്തെ സ്വോത്രം. ശക്തമായി ഞാൻ പറയട്ടെ, ദൈവ സർവശക്തനാണ്. എന്താ ഉറച്ചെന്നറിയോ? കരം കൊടുക്കാൻ കാശില്ല, 10 വർഷം ചൂടേക്കും. വീണ്ടും വായി ചന്ദ്രൻ പണം ഏലിയാവെ പൊക്കവും കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്.
ഇതൊക്കെ സത്യമാണ് ഈ സഹോദര സഹോദരി. നിന്റെ നിസ്സാര വിഷയം വരെ ഇന്ന് രാത്രി അറിയുന്ന ദൈവമുണ്ട്. അഭിഷേകമുള്ള ദൈവമായിട്ട് നിന്റെ ദേശവും പരസ്യമായ വിഷയം അറിയുന്ന ദൈവത്തെ സ്തുതിക്കാം. ഇന്നലെ അവര് എന്നോട് ഭാര്യ പറഞ്ഞു, കല്യാണം കഴിയുമ്പോ ഒത്തിരി മുഴുവൻ തുടങ്ങി താഴെ ഇവിടെ വരെ മുഴുവൻ ഇപ്പൊ കുറെ വർഷങ്ങളുടെ മുടിയെല്ലാം പോയി കഴിഞ്ഞിട്ട് മുടിക്കാൻ പോകും. അപ്പ എന്റെ മുടിയെല്ലാം പോയി കഷടിയാവുന്നു. ഞാൻ ചോദിച്ചെടി എത്ര മുടി പോയി? ഞാൻ എണ്ണി. അല്ല എണ്ണം പറയും. എണ്ണാമത്തില്ല. അപ്പൊ വേറെ പുസ്തകം പറഞ്ഞു, നിങ്ങളിത് രാവിലെ ചെയ്യുമ്പോൾ എത്ര മുടി പോയി? 1000 എണ്ണി. പക്ഷേ തമ്പുരാൻ എണ്ണി. നിന്റെ തലയിൽ എത്ര മുടി പോയത്, എത്ര മുടി കിളുത്തൊന്നും അറിയാവുന്ന ദൈവമുണ്ട്. ഇന്ന് രാത്രി അറിയുന്ന ദൈവത്തിന് സ്വന്തം പറഞ്ഞു കണ്ടുമുടി കാര്യം പറയാം. ആരാധനയോട് എഴുതിയാണ് ആത്മശക്തി പ്രാപിക്കാത്ത ആളുകൾ. ഒന്നിന് നിന്റെ വായു വിസ്താരത്തിൽ വായു വിസ്താരത്തിൽ വായു വിസ്താരത്തിൽ ഞാനതിനെ നിറയ്ക്കും. 2 ഹൃദയ വേഗാകരമായി. 3 കണ്ണടച്ചാൽ പിന്നെ ആത്മശക്തി കണ്ടുകൊള്ളാം. ഏകാഗ്രത ശരിയാകുന്നില്ല. കണ്ണടച്ചാൽ അകത്തെ കണ്ണു തുറക്കണമെങ്കിൽ പുറത്തെ കണ്ണടക്കണം. ഏകാഗ്രത. കൈ നന്നായി കഴിയണം. മാ തുറന്നാരാധിക്കണം. ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കരണ്ടടിക്കുന്ന പോലെ ശക്തി ശരീരത്തിൽ വ്യാപരിക്കും. കരണ്ടടിക്കുന്ന പോലെ ശക്തി വ്യാപരിക്കുമ്പോൾ നമ്മുടെ കയ്യടിയുടെ സ്പീഡ് കൂടും. സ്തോത്രം പറയുന്ന അതരങ്ങൾ വിക്കി വിക്കിയ ഭാഷകൾ. ആത്മശക്തി നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരം പന്ത് പോലെ തെളിക്കും. ഹൃദയത്തിനകത്ത് സമാധാനം ഉണ്ടാകും. വായുദൈവ ഭാഷകൾ സ്വർഗീയമായ ദർശനം കാണാൻ കഴിയും. ദൈവം നമ്മെ ഉദ്ധരിക്കുകയും ചെയ്യും. ഇന്ന് രാത്രി നഷ്ടപ്പെട്ട ആ വിഷയം തിരിച്ചു പ്രാപിക്കാൻ, പ്രാപിക്കാത്തവർ പ്രാപിക്കാൻ അടുത്തു വരുന്ന അല്പമിനിറ്റുകൾ ആരാധനയ്ക്ക് വേണ്ടി വിടുകയാണ്. പരിശുദ്ധാത്മാവിനെ നിറയ്ക്കാൻ പോവുകയാണ്. കർത്താവ് വരാറായി. ആ പ്രാപിച്ച അഭിഷേകമുണ്ടോ? ശക്തി പോയോ? ശക്തി. കർത്താവ് ഇന്ന് രാത്രി എന്നെ നിറയ്ക്കണം. ദേവദാസന്മാർ ഇവിടെ ഉണ്ട്. ഒഴിപ്പിച്ചാൽ നമുക്ക് ദയവായി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നടുവേദന, ക്ഷീണമുള്ള ആളുകൾ, പ്രയാസമുള്ള ആളുകൾ അവിടെ ഇരിക്കാം. അല്ലാത്ത ആളുകൾക്ക് എഴുന്നേറ്റ് നിൽക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.